അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ആദ്യത്തെ പരീക്ഷ കിതാബുൽ അഖീദയാണ്. അഖീദയിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട പാഠങ്ങൾ ആദ്യത്തെ 4 പാഠങ്ങളാണ്. അല്ലാഹു മുനസ്സഹുൻ എന്നതുവരെയുള്ള 4 പാഠങ്ങൾ. ഈ 4 പാഠങ്ങളിലായിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യം അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകളും മുസ്തഹീലായ സിഫത്തുകളും ജായിസായ ഒരു സിഫത്തും ഇത് കൃത്യമായി പഠിക്കുകയാണ് വേണ്ടത്. അൽഹംദുലില്ലാഹ്, ഈ 4 പാഠങ്ങളുടെയും വിശദമായ ഒരു വീഡിയോ ഫുൾ റിവിഷൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിർബന്ധമായും വിദ്യാർത്ഥികൾ അത് കാണുകയും ഓരോ പാഠങ്ങളും കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മളൊരു മോഡൽ ചോദ്യ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തത് യോജിപ്പിക്കാം. താഴെയുള്ള ചോദ്യങ്ങൾക്ക് ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം എടുത്തെഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തത് മുരീദുൻ, 2 ബഖാ, ഖിദം 20, വാജിബായ സിഫത്ത്, ജായിസായ സിഫത്ത്. ഇങ്ങനെ ബ്രാക്കറ്റിൽ ഉത്തരങ്ങളുണ്ട്. നമ്മൾ ശരിയായത് എടുത്തെഴുതുകയാണ് വേണ്ടത്. മുരീദ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അർത്ഥം? ഉദ്ദേശിക്കുന്നവൻ, അള്ളാഹുവിന്റെ വാജിബായ ഒരു സിഫത്താണ്. ബഖാ എന്ന് പറഞ്ഞാൽ എന്നെന്നും നിലനിൽക്കുന്നവനാണ് അള്ളാഹു താല. ഖിദം എന്ന് പറഞ്ഞാൽ തുടക്കമില്ലാത്തവൻ. പിന്നെ 20 വാജിബായ സിഫത്ത്, ജായിസായ സിഫത്ത്. ഇനി താഴെയുള്ള ചോദ്യങ്ങൾ നോക്കാം. അള്ളാഹുവിന് ഉണ്ടാവൽ അനിവാര്യമായത്, അതിനാണ് എന്ത് പറയുക? വാജിബായ സിഫത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിന് ഉണ്ടാവൽ അനിവാര്യമായ സിഫത്താണ് വാജിബായ സിഫത്തുകൾ. അതിന്റെ ഓപ്പോസിറ്റാണ് മുസ്തഹീലായ സിഫത്ത്, അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തത്. അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് ഫിഅലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു, അത് അള്ളാഹുവിന്റെ ജായിസായ സിഫത്താണ്. ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ, അതാണ് ഫിഅലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു, അത് അള്ളാഹുവിന്റെ ജായിസായ സിഫത്താണ്. ഇനി അന്ത്യമില്ലാതിരിക്കൽ, അന്ത്യമില്ലാതിരിക്കൽ അത് അള്ളാഹുവിന്റെ ഒരു വാജിബായ സിഫത്താണ്. അതിന് അറബിയിൽ എന്താണ് പറയുക? ബഖാ എന്നാണ് പറയുക. ബഖാ. തുടക്കമില്ലാതിരിക്കൽ, അതും അള്ളാഹുവിന്റെ വാജിബായ ഒരു സിഫത്താണ്. അതിന് ഖിദം എന്നാണ് പറയുന്നത്. മുസ്തഹീലായ സിഫത്തുകളുടെ എണ്ണം എത്രയാണ്? 20 ഈ രൂപത്തിൽ ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം, വേർതിരിക്കാം. ഇവിടെ അള്ളാഹുവിന്റെ വാജിബും മുസ്തഹീലുമായ സിഫത്തുകൾ മിക്സാക്കി തന്നിട്ടുണ്ട്. നമ്മൾ വാജിബായ സിഫത്തുകളും മുസ്തഹീലായ സിഫത്തുകളും വേർതിരിച്ച് ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഏതെല്ലാം സിഫത്തുകളാണുള്ളത്? ഒന്ന് ബക്കം, മറ്റൊന്ന് വുജൂദ്, ഹയാത്ത്, കൗനുഹു ആലിമൻ, കൗനുഹു അഅ്മ, ഫനാ, അന്യാശ്രയം, അറിവ്. ഇങ്ങനെ അള്ളാഹുവിന്റെ സിഫത്തുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ മുസ്തഹീലുമുണ്ട്, വാജിബുമുണ്ട്. ബക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ബക്കം എന്ന് പറഞ്ഞാൽ സംസാരമില്ലായ്മ. സംസാരമില്ലായ്മ എന്നുള്ളത് ഏതാണ്? അള്ളാഹുവിനെ സംബന്ധിച്ച് ഉണ്ടാവാൻ പാടുള്ളതാണോ? ഇല്ല, അത് മുസ്തഹീലായ സിഫത്താണ്. അപ്പോൾ ബക്കം എന്നുള്ളത് മുസ്തഹീലായ സിഫത്തുകളുടെ ഭാഗത്തേക്ക് എടുത്തെഴുതണം. രണ്ടാമത്തത് വുജൂദ്. വുജൂദ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവൽ, അല്ലെങ്കിൽ ഉള്ളവനാണ്. അള്ളാഹു താല ഉള്ളവനല്ലേ, അത് വാജിബായ സിഫത്താണ്. രണ്ടാമത്തത് ഹയാത്ത്. ഹയാത്ത് എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ച് ഉണ്ടാവൽ വാജിബായ സിഫത്താണ്. ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കൽ, അത് വാജിബായ സിഫത്തിൽ പെട്ടതാണ്. ഇനി കൗനുഹു ആലിമൻ, അറിവുള്ളവനായിരിക്കൽ, അതും വാജിബായ സിഫത്താണ്. കൗനുഹു അഅ്മ, അഅ്മ എന്ന് പറഞ്ഞാൽ, കൗനുഹു അഅ്മ എന്ന് പറഞ്ഞാൽ കാഴ്ചയില്ലാത്തവനാവൽ, അത് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ പറ്റുമോ? കൗനുഹു അഅ്മ എന്നുള്ളത് അത് മുസ്തഹീലായ സിഫത്താണ്. പിന്നെ ഫനാ, ഫനാ എന്ന് പറഞ്ഞാൽ നശിക്കൽ, ഫനാ എന്ന് പറഞ്ഞാൽ നശിക്കൽ, അതും മുസ്തഹീലായ സിഫത്താണ്. അന്യാശ്രയം, വേറൊരാളെ ആശ്രയിക്കുന്ന ആളാണോ അള്ളാഹു താല? അല്ല, അന്യാശ്രയനാണ്. ഖിയാമും ബിൻ നഫ്സാണ്, അത് വാജിബായ സിഫത്താണ്. അറിവ്, ഇൽമ് എന്നുള്ളത് വാജിബായ സിഫത്താണ്. അപ്പോൾ ചുരുക്കത്തിൽ ബക്കം എന്നുള്ളത് മുസ്തഹീലായ സിഫത്താണ്. വുജൂദ്, ഹയാത്ത്, കൗനുഹു ആലിമൻ, ഇത് 3ഉം വാജിബായ സിഫത്താണ്. പിന്നെ കൗനുഹു അഅ്മ, ഫനാ, ഇത് 2ഉം മുസ്തഹീലായ സിഫത്താണ്. അന്യാശ്രയം, അറിവ്, ഇത് 2ഉം വാജിബായ സിഫത്തുകളാണ്. ഇങ്ങനെ വേർതിരിച്ച് എഴുതുകയാണ് വേണ്ടത്.
വിദ്യാർത്ഥികൾ നിർബന്ധമായും ഈ സിഫത്തുകൾ അർത്ഥസഹിതം തന്നെ പഠിച്ചിരിക്കണം. ഇനി മൂന്നാമത്തെ ചോദ്യം, ഉത്തരം എഴുതാം. സർവ്വലോകവും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനും നിയന്ത്രിക്കുന്നവനും ആരാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അല്ലാഹു ആണ്. മുസ്തഹീലായ സിഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വാജിബായ സിഫത്തുകളുടെ നേരെ വിപരീതമാണ് മുസ്തഹീൽ. മുസ്തഹീൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾ, അതിനാണ് മുസ്തഹീലായ സിഫത്ത് എന്ന് പറയുന്നത്. വാജിബായ സിഫത്തുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഉണ്ടാവൽ അനിവാര്യമായ സിഫത്ത്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മുസ്തഹീൽ, അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾ. ഇനി അള്ളാഹുവിന്റെ ജായിസായ സിഫത്ത് ഏതാണ്? നമ്മൾ നേരത്തെ ഒന്നാമത്തെ ചോദ്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഫിഅലു കുല്ലി മുംകിനിൻ ഔ തറുകുഹു, ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ, അതാണ് അള്ളാഹുവിന്റെ ജായിസായ സിഫത്ത്. ജായിസായ ഒരു സിഫത്ത് മാത്രമേ ഉള്ളൂ. ഇനി അർത്ഥം എഴുതാം. വഹ്ദാനിയത്ത്. വഹ്ദാനിയത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഏകത്വം. ഖിയാമും ബിൻ നഫ്സ് എന്ന് പറഞ്ഞാൽ സ്വയം നിലനിൽക്കൽ. ഇതൊക്കെ അള്ളാഹുവിന്റെ സിഫത്തുകളാണ്. മുതകല്ലിം, സംസാരിക്കുന്നവൻ. കൗനുഹു ആജിസൻ, കഴിവില്ലാത്തവനാവൽ, അത് മുസ്തഹീലായ ഒരു സിഫത്താണ്. ബസർ, കാഴ്ച. അപ്പോൾ നിർബന്ധമായും ഓരോ സിഫത്തുകളുടെ അറബിയും അതിന്റെ അർത്ഥവും പഠിച്ചിരിക്കണം. നമ്മൾ അവസാനത്തെ പാഠത്തിൽ അല്ലാഹു മുനസ്സഹുൻ എന്നുള്ള പാഠത്തിലെ ആ ഒരു പട്ടിക തന്നെ നേരെ പഠിച്ചു വെച്ചാൽ മുഴുവനായിട്ട് പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നിർബന്ധമായും അറബിയും അതിന്റെ അർത്ഥവും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. ഇനി അഞ്ചാമത്തെ ചോദ്യം, വിപരീത പദം എടുത്തെഴുതാം. ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്, നമ്മൾ ശരിയായത് എടുത്തെഴുതിയാൽ മതി. ഖുദറത്ത്, ഒന്നാമത്തത് എന്താണ്? ഖുദറത്ത്. ഖുദറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അർത്ഥം അറിയണം, എന്നാലേ നമുക്ക് ഉത്തരം കറക്റ്റ് എഴുതാൻ സാധിക്കുകയുള്ളൂ. ഖുദറത്ത് എന്ന് പറഞ്ഞാൽ കഴിവ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ബ്രാക്കറ്റിലുണ്ട്, കഴിവില്ലായ്മ. രണ്ടാമത്തത് ആലിമുൻ. ആലിമുൻ എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താ? അറിവില്ലാത്തവൻ, ബ്രാക്കറ്റിലുണ്ട്. കലാം. കലാം എന്ന് പറഞ്ഞാൽ സംസാരം, അതിന്റെ ഓപ്പോസിറ്റ് സംസാരമില്ലായ്മ, ബ്രാക്കറ്റിലുണ്ട്, എടുത്തെഴുതിയാൽ മതി. വഹദാനിയത്ത്. വഹദാനിയത്ത് എന്ന് പറഞ്ഞാൽ ഏകത്വം, അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ഒന്നിലധികമാവൽ, ഒന്നിലധികം ഉണ്ടാവൽ. അഞ്ചാമത്തത് ഹയ്യുൻ. ഹയ്യുൻ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവൻ, അതിന്റെ ഓപ്പോസിറ്റ് ജീവിച്ചിരിക്കാത്തവൻ. നിർബന്ധമായും ഈ അറബിയും അതിന്റെ അർത്ഥവും വിദ്യാർത്ഥികൾ പഠിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ആറാമത്തെ ചോദ്യം പൂർത്തിയാക്കാം. അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ. അവിടെ അർഹൻ എന്ന് എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. 2, നമ്മുടെ കേൾവി അപൂർണവും ഡാഷ് അള്ളാഹുവിൻ്റെത് ഡാഷ് സ്വന്തമായി ഉള്ളതുമാണ്. നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ അല്ലാഹു അഹദുൻ എന്നുള്ള പാഠത്തിൽ അവസാനത്തിൽ പറഞ്ഞൊരു വിഷയമാണത്. നമ്മുടെ കേൾവി അപൂർണവും അള്ളാഹു നൽകിയതുമാണ്. അപ്പോൾ അവിടെ അള്ളാഹു നൽകിയതുമാണ് എന്ന് എഴുതി കൊടുക്കണം. ഇനിയോ അള്ളാഹുവിൻ്റെത് സമ്പൂർണവും പിന്നെ സ്വന്തമായി ഉള്ളതുമാണ് എന്ന് അവിടെ ഉണ്ട്. അപ്പൊ സമ്പൂർണവും എന്ന് ഇവിടെ എഴുതി കൊടുക്കണം. ഇനി മൂന്നാമത്തത് അള്ളാഹുവിന് ഡാഷ് സിഫത്ത് ഒന്ന് മാത്രമാണ്. ഒരു സിഫത്ത് ഏത് മാത്രമേ ഉള്ളൂ? ജായിസായ സിഫത്ത് ഒന്ന് മാത്രമാണ്. വാജിബായ സിഫത്ത് 20 ഉണ്ട്, മുസ്തഹീലായ സിഫത്ത് 20 ഉണ്ട്, പിന്നെ ജായിസായ സിഫത്ത് എത്ര മാത്രമേ ഉള്ളൂ? ഒന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ പഠിച്ച ഒരു പാട്ടാണ്, അള്ളാഹുവിന്റെ സിഫത്തുകൾ ഉൾക്കൊള്ളുന്ന ഒരു ബൈത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അതിന്റെ ഫസ്റ്റ് ലൈനാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. വിദ്യാർത്ഥികൾ ആ പാട്ട് കഴിയുന്നവർ നിർബന്ധമായും മുഴുവനായിട്ട് തന്നെ പഠിക്കുക. ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. ചുരുക്കത്തിൽ ഈ 4 പാഠങ്ങളാണ് വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് പഠിച്ചിരിക്കേണ്ടത്. എല്ലാ പാഠങ്ങളും ആവർത്തിച്ച് വായിക്കുകയും എഴുതി പരിശീലിക്കുകയും ചെയ്യണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. പല വിദ്യാർത്ഥികൾക്കും ഉത്തരങ്ങൾ അറിയുമായിരിക്കും, പക്ഷെ അത് എഴുതാൻ അറിയാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ അക്ഷരത്തെറ്റുകൾ ധാരാളമായി സംഭവിച്ചതിന്റെ പേരിൽ എത്രയോ മാർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നിർബന്ധമായും എഴുതി പരിശീലിക്കുകയും ചെയ്യണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഈ 4 പാഠങ്ങളിൽ ആർക്കെങ്കിലും വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കൾക്കും
നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരീക്ഷകളിലൊക്കെ ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. നിർബന്ധമായും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.